ഒരാൾ ചെയിൻ ബിസിനസ് കുടുങ്ങുന്നു. ഇനി എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു സുഹൃത്തിനെ പറഞ്ഞു പറ്റിച്ചാൽ അവനെയും ചേർക്കണം. എത്ര ആളുകൾ ആത്മഹത്യയിലെത്തുന്നു, എത്ര ആളുകൾ കുടുംബകലഹം കൊണ്ട് പൊറുതിമുട്ടുന്നു. ക്യൂട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും കൃത്യമായി മനസ്സിലാക്കണം. 4,70,000 രൂപയൊക്കെയാണ് ഒരു വട്ടം കൊടുക്കേണ്ടത്. എന്നിട്ടോ അവർക്ക് 2-3 സാധനം കൊടുക്കും. ഒരു നെക്ലേസ്, കഴുത്ത് കെട്ടാൻ പറ്റുന്ന ഒരു കുടുക്കി കെട്ടി, ഒരു ഷൂ, ഒരു വാച്ച്. അതിന് ഓലയുടെ വില ഇട്ടിട്ടുണ്ടോ? വാച്ച് പറഞ്ഞാൽ 2 ലക്ഷം റുപ്യൻ്റെയാണ്. തിരൂര് പോയാൽ 30 റുപ്യ എടുത്ത് അങ്ങനത്തെ 12 കിട്ടും ഏകദേശം. നെക്ലേസ് അതിന് അവരെന്നെ വില ഇട്ടിട്ടുണ്ട്, അത് 1.5 ലക്ഷം റുപ്യാണ്. കോഴിക്കോടെ പല ജ്വല്ലറിയിലും കൊണ്ടുപോയി പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഒരു ജ്വല്ലറി മാത്രമാണ് 8,000 റുപ്യ വില പറഞ്ഞത്. ചില മുത്തുകളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഇതിനാണ് 1.5 ലക്ഷം. ഷൂവിന് 70,000 റുപ്യാണ് ഷൂവിന്റെ വില. ഇപ്പൊ മൊത്തം റെഡിയായി. ഈ പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ ഓൻ എന്ത് ചെയ്യണം? ഓനോന്റെ കൂട്ടുകാരനെ സോപ്പടിക്കണം, എന്നിട്ട് അവനെ ചേർക്കണം. അവനെ ചേർക്കണോടുകൂടെ 70,000 റുപ്യ കിട്ടും. അവൻ വേറെ ആളെ ചേർക്കണം. അപ്പൊ അടുത്ത കൂട്ടുകാരനെ ചേർക്കും, അമ്മായിമാനെ ചേർക്കും, അമ്മോശാക്കാനെ ചേർക്കും, പെങ്ങളെ കെട്ടി അളിയനെ ചേർക്കും. എന്തുകൊണ്ട്? തല്ലിട്ടൂല, കേസിന് പോകൂല, തല്ലൊടുക്കൂല. കുടുംബം കലങ്ങി എത്ര പേരുണ്ടെന്ന് അറിയാമോ? ഇങ്ങനത്തെ എല്ലാ ചെയിൻ ബിസിനസ്സിലും പലപ്പോഴും ചെറുപ്പക്കാർ പെടുന്നു, പലപ്പോഴും ഭർത്താവ് അറിയാതെ പ്രവാസികളുടെ ഭാര്യമാർ പെടുന്നു. ആരെങ്കിലും പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടുണ്ടാകും. പ്രസവിക്കാൻ വേണ്ടി വന്ന പെങ്ങളുടെ ആഭരണം മൊത്തം ബാങ്കിൽ പണയം പെടുത്തി 5-6 ലക്ഷം വാങ്ങി അളിയനറിയാതെ ഇതിൽ കൂടി തൊലഞ്ഞു പാളീസായി വിവാഹബന്ധം ത്വലാക്ക് സംഭവിച്ച ടീം പോലും ഉണ്ട് നമ്മുടെ കേരളത്തിൽ. പാപ്പയും മകനും തല്ലിപ്പിരിഞ്ഞിട്ട് മകൻ വാടകയ്ക്ക് പാർക്കുന്നവരുണ്ട് ഈ ഒരു ക്യൂനെറ്റിന്റെ കാരണത്താൽ. ക്യൂനെറ്റിന്റെ കാരണത്താൽ. ഇത്തിരി സാമ്പത്തിക മോഹക്കുള്ള എല്ലാവരെയും പറഞ്ഞു പ്രലോഭിപ്പിച്ച് ഒരു അടിപൊളി ഹാളിലേക്ക് കൊണ്ടുവരും. ഒന്നാമത്തെ പരിപാടി അതാണ്. എന്നിട്ട് ഈ ഹാളിലേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചങ്ങാതി വരും. ഓൻ ഏതെങ്കിലും ലഭ്യമായ ഏറ്റവും നല്ല ബെൻസിലോ BMW ഒക്കെയാണ് വരിക. സംഗതി വാടകയ്ക്ക് എടുത്തതായിരിക്കും. അവന്റെ കഴുത്തിലുണ്ടാവും ഇത്ര തടിച്ച സ്വർണത്തിന്റെ ചെയിൻ. അത് തിരൂർന്ന് വാങ്ങണതാണ്. തടിപൊളി സൊട്ടും കൂട്ടൊക്കെ ഇട്ടിട്ട്. എനിക്കൊരു പൂർവാശ്രമ ജന്മം ഉണ്ടായിരുന്നു. ഞാൻ മത്തിയേറ്റി പോയിട്ട് ഇങ്ങനെ ചെറിയ കൂടി ഒഴുകാറുണ്ടായിരുന്നു. ബക്കറ്റൊന്നും അല്ലെങ്കിൽ സ്വാഭാവികം മാത്രമാണത്. ഓന് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ സംഭവിക്കും. എനിക്ക് നാട്ടിലൊരു വിലയില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് വലിയ മൂല്യം ഉണ്ടായി, വലിയ വില ഉണ്ടായി. ഞാൻ വന്ന കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ കാണാൻ വേണ്ടിയല്ല ഞാൻ സാധാരണ യൂസ് ചെയ്യണതാണത്. അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ലൂസായ വാച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. കാര്യം അത് 5,000 രൂപക്കൊക്കെ കിട്ടും. ടിസോട്ടിന്റെ പേരുണ്ടാകും, കോപ്പി ആയിരിക്കുന്നു മാത്രം. അങ്ങനെ ഇളക്കും. ഇതിലങ്ങോട്ട് പ്രലോഭിതരാവാണി വന്നവരൊക്കെ പടച്ചോനെ അവരിങ്ങനെ സ്വപ്നം കാണുകയാണ്. മലപ്പൊടിക്കാരന്റെ സ്വപ്നം. ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇന്നോവ കാറെങ്കിലും അവർ എവിടുന്നെങ്കിലും കടം വാങ്ങി ഒപ്പിക്കും. നാട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പാറും. നാട്ടിലുള്ള മെയിൻ പരിപാടിയിലൊക്കെ അവർ പങ്കെടുക്കും. എന്റെ അനുഭവത്തിൽ ഒരാള് നാട്ടിൽ പള്ളിപ്പണി നടത്തുമ്പോൾ AC ഫുള്ള് ഞാൻ ഏറ്റു പറഞ്ഞു. AC ഫുള്ള് ഞാൻ ഏറ്റു. കമ്മിറ്റിക്കാർക്ക് ആശ്വാസമായി, അതിനിങ്ങനെ ഇറക്കാൻ നടക്കണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ ആള് മഹലിൽ ഇങ്ങനെ ചർച്ച എങ്ങനെ ഇപ്പൊ മയമീന് ഫുള്ള് AC-ന്റെയും പൈസ ഇട്ട്. അപ്പൊ ഓരോരുത്തരും ഇപ്പൊ വലിയ ബിസിനസ് അല്ലേ, നിങ്ങൾ പോണിട്ടില്ലേ, ഇന്നോവയിലാണ്, കൈമത്തെ വാച്ചെടുക്കണോ, ഇപ്പൊ ഭയങ്കര നിലവാരത്തിലല്ലേ. ഇതിനു വേണ്ടിയാണ് അവർ AC അടക്കം എന്തും ഏൽക്കുന്നത്. വേണമെങ്കിൽ പള്ളിപ്പണി തന്നെ ഫുള്ള് ഏൽക്കും. അപ്പൊ കുറെ ആൾക്കാർ ബന്ധപ്പെടും. ഞാൻ ഇങ്ങനെ ബിസിനസ്സിലാന്ന് പറഞ്ഞിട്ട് ആ ക്ലാസ് നിന്ന് കിട്ടിയതൊക്കെ അവതരിപ്പിക്കും. എന്നിട്ട് അവരൊക്കെ പറ്റിക്കും. അവരിന്നൊക്കെ 4,50 വാങ്ങിക്കൊണ്ടിരിക്കും. ഓരോ 4,50 വാങ്ങുമ്പോൾ 70 അവൻ അപ്പം കിട്ടും. അതിന്റെ ഇടക്കാണ് വലിയ പാളിച്ച വന്നത്. മകനെയും മകന്റെ അമ്മായിമാനെ അമ്മോശാക്കാനൊക്കെ ചേർത്ത് ചെയിൻ ഇങ്ങനെ പോവാണ്. അതിന്റെ ഇടയിൽ ചീറ്റി ആകെ പൊട്ടി. അങ്ങാടിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു. 5 പൈസക്ക് ഗതിയില്ലാത്ത ദുരന്തത്തിലായി. ഇന്നൊക്കെ വിറ്റുകൊണ്ടുപോയി. കിട്ടിയവരൊക്കെ പിടിച്ചോണ്ടുപോയി അതിന്റെ ആൾക്കാര്. പള്ളിപ്പണിയൊക്കെ കഴിഞ്ഞു, മലം പറ്റൊന്നും നമ്മളിപ്പോ 8 AC ആണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോ ഒന്നും പറഞ്ഞിട്ട് ആലോചിച്ച് നോക്കി. അവസാനം പേരക്കുട്ടിന്റെ ചെറിയൊരു മിനിങ് വിറ്റിട്ട് ഒരു AC എടുത്തു. ഇതായിട്ട് തണുത്തോളി നിങ്ങളൊന്നും പറഞ്ഞിട്ട്. ഇവിടെ കുടുംബം തകരുന്നു, മാന്യത പോകുന്നു, എല്ലാം പോണു. ഇത് എവിടുന്ന് സംഭവിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ബോഡി ലാംഗ്വേജും നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും ഡ്രസ്സും നമ്മുടെ ജോലിയും ജീവിതവും പരിശുദ്ധ ഖുർആന്റെയും തിരുഹദീസിന്റെയും സപ്പോർട്ടോടുകൂടെ നമ്മൾ നിശ്ചയിക്കണം. ഏതെങ്കിലും ഒരുത്തിന് തലച്ചോറ് പണയപ്പെടുത്തരുത്. ഞാനത് ഗൗരവത്തിൽ പറയണ്. ഈ സമൂഹത്തിൽ എന്തൊരു വിഷമം നടക്കണ്. എത്രയോ ആളുകൾ ഇത്തരം കെണിയിൽ വീണിട്ട് 1 കോടി രൂപക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ട ആളുണ്ട്. 1 കോടി രൂപ. കമ്പനിക്കാർക്ക് ഇതൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഈ പരിപാടി വ്യാപകമായി നടത്തുന്നവർ തൊപ്പിട്ടവരുണ്ട്, തങ്ങളാന്ന് പറയുന്നവരുണ്ട്. ഞാൻ പേര് തൽക്കാലം പരാമർശിക്കുന്നില്ല. ആരെങ്കിലും ചാലഞ്ച് ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വിശദീകരിച്ചു തരാം.
അവർക്കൊന്നും ഇപ്പൊ ഇത് കേൾക്കാൻ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ പിടിക്കണം എന്ന് വിചാരിക്കുന്നവരായിരിക്കും അവര്. ഈ പറഞ്ഞ സാധനം ഒറിജിനൽ പേരാണ്. ഞാൻ ആദ്യം പറഞ്ഞത് അബദ്ധത്തിൽ ക്യൂടെൽ എന്നായിരുന്നു. അത് ഖത്തറിലുള്ള BSNL പേരാണ്. അത് ശ്രദ്ധയില്ലാതെ പറഞ്ഞു വരുന്നത്. ക്യൂനെറ്റ് എന്നാണ് ഇതിന്റെ പേര്. ഞാൻ പേരെടുത്ത് തന്നെ പറയണത് ആരും പെടരുത് എന്ന് പ്രത്യേകമായി താല്പര്യമുള്ളത് കൊണ്ടാണ്. കമ്പനിക്കാർക്ക് ഇഷ്ടമുണ്ടാവലും ഇഷ്ടമല്ലാതെ ഇരിക്കലൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. അള്ളാന്റെ ദീന് പറയണം, പറഞ്ഞുകൊണ്ടിരിക്കണം, പറയൽ ബാധ്യതയാണെന്ന് പറഞ്ഞാണ് ഞാൻ ഈ പ്രസംഗം തുടങ്ങിയത്. എത്ര ആളുകൾ ഇങ്ങനെ പെട്ടുപോകുന്നു. നമ്മുടെ നാടുകളിലൊക്കെ പരസ്പരമുള്ള സഹായ സംവിധാനങ്ങളൊക്കെ പെടുത്തുപോയി. എല്ലാവരും അണുകുടുംബാണ്. എല്ലാവരും അവനവന്റെ കാര്യത്തിന് ഓടി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ കുരിക്കല്യാണം എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഞങ്ങളവിടൊക്കെ അങ്ങനെയാണ് പേര്. വടകര ഭാഗത്തൊക്കെ പോയ പയറ്റ് എന്നാണ് പറയാം. ഒരു ബാധ്യതയും ഇല്ലാതെ വിഷമങ്ങളില്ലാതെ പരിപാടികളൊക്കെ നടക്കുമായിരുന്നു. മോള കല്യാണം വളരെ മനോഹരമായിട്ട് നടക്കും. എന്നാലും ഒരു ബാധ്യതയും വരില്ല. പിന്നെ എത്രയോ വർഷം വെച്ച്, ഇത്ര വർഷം കൊണ്ടൊന്നുമില്ല, പതിയെ 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 ഈ കുരിക്കല്യാണത്തിൽ പങ്കെടുത്ത ആളുകൾ നിക്ഷേപിച്ച പൈസയോ പ്ലസ് കുറച്ച് വർധനവോ ഒക്കെ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും തിരിച്ചെടുത്താൽ മതി. ചിലപ്പോൾ 5-6 മാസം ഒന്നും കൊടുക്കേണ്ടി വരൂല. നേരെ മറിച്ച് നമ്മുടെ പെൺകുട്ടികളെയും ഉമ്മമാരെയും ഏജന്റുമാർ പ്രലോഭിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്തിനായി സ്വർണം എന്ന് പറഞ്ഞിട്ട്? രാവിലെ സ്വർണത്തിന്റെ പരസ്യത്തിന് വേണ്ടി ഒരു നടൻ വരും. ഉച്ചക്ക് അയാൾ പണത്തിന്റെ ആവശ്യമല്ലേ, 1 രൂപ മാത്രം 1000 രൂപക്ക് പലിശ എന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ ഒന്നിച്ച് സ്വർണം എടുത്തിട്ട് ഉമ്മ ചൊല്ലും. അതേതെങ്കിലും കുത്തക മുതലാളിയുടെ പലിശ ബാങ്കിൽ പണയപ്പെടുത്തും. പൈസക്കടായ ഈ നടൻ തന്നെ വൈകിട്ട് എന്താ വരും, വൈകിട്ട് എന്താ പണി എന്ന് ചോദിച്ചിട്ട് കള്ളുടിക്കാൻ പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ ഒരു വലിയ കോക്കസാണ്. നമ്മളത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. നമ്മുടെ ഒരു ചെറിയ ഗ്രാമത്തിലെ ചെറിയൊരു അങ്ങാടിയിൽ വരിക, അവിടെ ഇത്തരം പണയ സ്ഥാപനങ്ങൾ എത്രയുണ്ടെന്ന് വെറുതെ ഒന്ന് കണക്കെടുക്കുക. ഔദ്യോഗിക ബാങ്കുകളിൽ പോലും പലപ്പോഴും ഹൗസിംഗ് ലോൺ എടുത്തിട്ട് പാപ്പരായവരുണ്ട്, സാധാരണക്കാരല്ല. തൃശ്ശൂരിൽ ഒരു ഡോക്ടർ ആഴ്ചകളോളം സമരം ചെയ്തു. അയാൾ ഹൗസിംഗ് ലോൺ എടുത്തതാണ് കേരളത്തിലെ പ്രസിദ്ധമായ ഒരു ബാങ്കിൽ നിന്ന്. എടുത്തതിന്റെ 2-3 ഇരട്ടി അയാൾ അടച്ചു കൊടുത്തു. പക്ഷെ ഇനിയുണ്ട് അടച്ചിലേറെ അടക്കാൻ. ഇതാണ് അതിന്റെ കളി. വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. നമ്മുടെ ഉമ്മമാർ ആഭരണം ഊരിയിട്ട് പോകുന്നു ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ കമ്പനിയിലേക്ക്. അവിടെ എത്തുന്നതോടുകൂടി അവർ പറഞ്ഞ 5 ഇടത്തും ഒപ്പിട്ട് കൊടുക്കുന്നു. 5 അല്ല 50 കൊടുത്തിടും. ഉമ്മാന്റെ ആവശ്യം പണം മാത്രമാണ്. ഇംഗ്ലീഷിലാണ് മൊത്തം എഴുതിയത്. ഉമ്മക്കത് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവൂല. അവർക്ക് അപ്പൊ പൈസ കിട്ടിയാൽ മതി. കാരണം വലിയൊരു പദ്ധതി ഉണ്ട്, അതിന് പോവുകയാണ് അവര്. എന്നിട്ട് മാസാമാസം ഇത്ര രൂപ അടക്കണം എന്ന് നിയമം വരുന്നു. 3 മാസം തെറ്റിക്കുമ്പോഴേക്ക് ജപ്തിയായിട്ട് വരുന്നു. അതിന്റെ ഏറ്റവും വലിയ ചില കൊലച്ചതികളുണ്ട് അതിലൊക്കെ. 1 ലക്ഷം കടമെടുത്തൊരുമ്മ പിന്നെ കണ്ട 50,000 രൂപ കിട്ടിയപ്പോ ഇനി ഇത്രക്ക് പലിശ കൊടുക്കണ്ടല്ലോ എന്ന് ദീനീ ബോധം കൊണ്ട് അത് കൊണ്ടുപോയി അടച്ചു എന്ന് സങ്കല്പിക്കുക. ഓരോ മാസവും 3800 വീതം അടക്കേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയുടെ കണക്കാണ് ഞാൻ പറയുന്നത്. 3800 വീതം അടക്കേണ്ടിയിരുന്ന ഉമ്മ പിറ്റത്തെ മാസം അടക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പകുതി പൈസയ്ക്ക് കരുതുള്ളൂ. കാര്യം 50,000 ഇതിന്റെ മുമ്പ് അടച്ചിട്ട് 1 ലക്ഷത്തിന്റെ പകുതിയല്ല ബാക്കിയുള്ളൂ എന്ന്. പക്ഷെ ചിലപ്പോൾ 3000 അതിലേറെയോ പിന്നെയും കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് അവർ ചോദിക്കും ഇതെന്താ അങ്ങനെ. അപ്പൊ അവര് പറയാം അങ്ങനെ തന്നെ. ചിലപ്പോൾ ചെറുപ്പക്കാരനൊക്കെ ആണെങ്കിൽ കുറച്ച് കച്ചറ ഉണ്ടാക്കും, വഴക്ക് പറയും, അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഇങ്ങനെ കിളിമൊഴി പറഞ്ഞു കൊടുക്കും. സാർ ആദ്യം എടുത്തന്ന് 6% പലിശ, അന്നൊരു ഓഫറായിരുന്നു. പിന്നെ സാറ് പുതുക്കി വെച്ചെന്ന് 27% പലിശ, അതുകൊണ്ട് അങ്ങനെ. അപ്പൊ ഇയാൾ പറഞ്ഞാൽ പുതുക്കി വെച്ചിട്ടൊന്നുമില്ലല്ലോ, സാർ 50,000 അടച്ചില്ല, അതന്നെയാണ് പുതുക്കി വെക്കൽ. ഞാൻ ആ പുതുക്കി വെച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് കച്ചറ ഉണ്ടാക്കുന്ന സമയത്ത് മറ്റേ ചങ്ങാതി തോളിൽ തോക്കൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് വന്ന് പുറത്തിറങ്ങും എന്നൊക്കെ പറയും. ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഏക വിഷയം എന്താണ്? ഒരു മാർഗം വല്ല കോടതിയിലും പോകണമെന്നാണ്. 5 ഇടത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മാനേജ്മെന്റ്, യഥാസമയം നിയമം മാറ്റുന്നുള്ളിടത്ത് ഒപ്പിടുത്തിട്ടുണ്ട്. ഈ സംബന്ധമായി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും കോടതി വ്യവഹാരം ഫൈസാബാദിലാണെന്ന് ഒപ്പിട്ടെടുത്തിട്ടുണ്ട്. അവിടെ വഴിയും ചോദിച്ച് പോകാൻ ഒരാൾ വേണം, ഹെൽപ്പ് ചെയ്യാൻ മറ്റൊരാളും വേണം, 2 ദിവസത്തെ യാത്രയും വേണം. മൊത്തത്തിൽ ബ്ലോക്കാക്കി അവിടെ ഇട്ടുണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റൂല. ആ ആഭരണവും വീടും കൊണ്ടേ അവർ പോകുള്ളൂ എന്നുള്ളതാണ് അനുഭവം. ആരാ കുഴി ചാടിച്ചത്? ഏതെങ്കിലും അയൽവാസി പറഞ്ഞിട്ടുണ്ടാവും, എന്തടി 1000 റുപ്യക്ക് 1 റുപ്യ പലിശ ഉള്ളൂ, അത് 10,000 വരെ. അതിന്റെ അപ്പുറത്തൊക്കെ ഉള്ളതിന് 17% ആയിരിക്കും, ചിലപ്പോൾ 24% ആയിരിക്കും. ഞാൻ സൂചിപ്പിക്കണം, നമ്മളുടെ പണം, നമ്മളുടെ ആവശ്യം ആര് നിർണ്ണയിക്കണം എന്നുള്ളതാണ്. പണം എങ്ങനെയെന്നുള്ളത് നമ്മൾ ആലോചിച്ച് കൃത്യമായി തീരുമാനിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ എന്ത് എന്നുള്ളതും കൃത്യമായി തീരുമാനിക്കണം. അയൽവാസിയുടെ വീട് വലുതായിരിക്കുന്നു, എന്നാൽ നമ്മുടേതും വലുതാക്കണം. അതിന് പലിശക്ക് പൈസ എടുക്കണോ? പാടില്ലെന്ന് നമുക്കൊരു ബോധം വേണം. കാരണം നമ്മുടെ ലക്ഷ്യം ഖുർആൻ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. വമൻ സുഹ്സിയാനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ഈ സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ. സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. വല്ലാത്ത അഹങ്കാരങ്ങളും ആഡംബരങ്ങളും ഒഴിവാക്കണം, പ്രത്യേകിച്ച് ഹറാമായത്. നമ്മുടെ പൂർവികർ ജീവിച്ച് കാണിച്ചെന്നൊരു മാർഗമുണ്ട്. അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ദുനിയാവിന്റെ അനുഭവങ്ങളും അനുഭൂതികളും ആസ്വദിക്കരുതെന്ന് മതം പറയുന്നില്ല.
ഹലാലായതൊക്കെ നമുക്ക് പറ്റും. ഹറാമിലേക്ക് പോകുമ്പോൾ അത് ഇസ്റാഫായി മാറുന്നു, പാടില്ലാത്തതാകുന്നു. എന്ന് ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിലും മആരിജിലും പറഞ്ഞ ആ ഒരു ഗണത്തിലേക്ക് നമ്മൾ പെടുന്നു. ഇതിനപ്പുറം മതം ഹലാലാക്കിയതിനപ്പുറത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവർ പരിധി ലംഘിക്കുകയാണ്.